കഴിഞ്ഞ ദിവസങ്ങളിലെ ശക്തമായ മഴയിൽ വർക്കല ഫോർമേഷന്റെ ഭാഗമായ പാപനാശം കുന്നുകൾ വീണ്ടും ഇടിഞ്ഞു. ഏണിക്കൽ ബീച്ചിനും ആലിയിറക്കം ബീച്ചിനും ഇടയിലായി 4 ഇടങ്ങളിലാണ് കുന്നിടിഞ്ഞത്. കഴിഞ്ഞ ദിവസം വൈകിട്ടും ഇന്ന് രാവിലെയുമായാണ് ഈ ഭാഗങ്ങളിൽ കുന്നിടിച്ചിലുണ്ടായത്. കുന്നിന്റെ ഭാഗങ്ങൾ അടർന്ന് ഏതാണ്ട് 30 മീറ്ററോളം താഴ്ചയിലേക്ക് പതിച്ചു. മഴ ശക്തമാകുന്നതോടെ ഇനിയും പല ഭാഗങ്ങളിലും ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. കുന്നുകൾ കയ്യേറി അനധികൃത റിസോർട്ട് നിർമ്മാണങ്ങൾ നടത്തുന്നത് മൂലമാണ് ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. നഗരസഭാ അധികാരികൾ ഇതൊക്കെ കണ്ടിട്ടും അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ ഒരു നടപടിയും കൈക്കൊള്ളുന്നില്ല. മുൻ വർഷങ്ങളിൽ പോലും ഇത്രയും വ്യാപ്തിയിൽ കുന്നിടിഞ്ഞിട്ടില്ല. അനധികൃതമായി നിർമ്മാണങ്ങൾ നടത്തിയിട്ടുള്ള നിരവധി റിസോർട്ടുകൾ പാപനാശത്തും ക്ലിഫിലുമായി പ്രവർത്തിക്കുന്നുണ്ട്. കടൽ കാഴ്ചകൾ ആസ്വദിച്ചും അവധിക്കാലവും ഹണിമൂണും ഒക്കെ ആഘോഷിക്കുവാൻ ആയിരങ്ങളാണ് നിത്യേനെ വർക്കലയിലെത്തുന്നത്. കുന്നിനോട് ചേർന്ന് 5 മീറ്റർ പോലും ദൂരപരിധിയില്ലാതെ സ്വിമ്മിംഗ് പൂളുകളും കുന്നിൻ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങുന്നതിന് പലയിടങ്ങളിലായി 10-ലധികം പടിക്കെട്ടുകളും നിർമ്മിച്ചിട്ടുണ്ട്. ഇതിലൂടെ സഞ്ചാരികൾക്ക് തീരത്തേക്കെത്താം. മുളകളും ഇരുമ്പ് കമ്പികളും സിമന്റും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള അനധികൃത നിർമ്മാണങ്ങൾ കുന്നുകൾക്ക് ഭീഷണിയായിട്ടുണ്ട്. കടൽ കാഴ്ചകൾ കാണാനായി കുന്നിൻ ചരിവിലേക്ക് നീളുന്ന പ്രത്യേക ഭാഗം ഇരുമ്പ് കമ്പികൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അപകട സാധ്യത വർദ്ധിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കണ്ടിട്ടും പ്രാദേശിക ഭരണകൂടം കണ്ണടയ്ക്കുന്നു. ടൂറിസം വകുപ്പിന്റെ യാതൊരു ഇടപെടലും ഇതിനെതിരെ ഉണ്ടാകുന്നില്ല. ദുരന്തം സംഭവിക്കുമ്പോൾ മാത്രം നടപടികൾ എടുക്കുവാൻ തയ്യാറാവുകയും പതിയെ എല്ലാം ഒഴിവാക്കുകയുമാണ് വർഷങ്ങളായി ഇവിടെ കണ്ടുവരുന്നത്. ജില്ലാ കളക്ടർക്കും ടൂറിസം ഡയറക്ടർക്കും കാലാകാലങ്ങളായി നിരവധി പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും നടപടികളൊന്നും ഉണ്ടാകാറുമില്ല. പാവനാശം തീരം മുതലെങ്കിൽ ആലിയിറക്കം ബീച്ചിലുള്ള നിരവധി സ്ഥലങ്ങളിലാണ് കുന്നിടിച്ചുകൾ ഇപ്പോൾ ഈ 2 ദിവസമായി കാണുന്നത്. അത് സർക്കാരിൻ്റെ ദയനീയമായ വീഴ്ച തന്നെയാണ്. ഒരു ഓർഡറും ഇല്ലാതെ റിസോർട്ടുകൾക്ക് പണിയാനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്ന സർക്കാർ തന്നെയാണ്. അതിൽ മുനിസിപ്പാലിറ്റി സീരിയസ് ആയിട്ട് ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് മുനിസിപ്പാലിറ്റിയും സർക്കാർ സംവിധാനങ്ങളും ഇതിന് ഇടപെട്ട് സാധാരണക്കാരൻ ഒരു റൂം എടുത്ത് അവിടെ താമസിച്ചാൽ എങ്ങനെ ഈ കുന്നിടിച്ചിൽ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? അവൻ്റെ ജീവൻ ആര് ഇത് പറയട്ടെ? ഒരു സാധാരണപ്പെട്ട ആരെങ്കിലും വന്ന് ഇവിടെ റൂമെടുത്ത് താമസിച്ചാൽ അവൻ്റെ ജീവൻ ആര് ഉത്തരവാദിത്വം നൽകും? അങ്ങനെ ഒരു സംവിധാനവും ഇല്ലാത്ത സ്ഥലത്താണ് ഇന്ന് ആൾക്കാർ വന്ന് താമസിക്കുന്നത്. ഈ കുന്നിടിച്ചിൽ വളരെ സീരിയസ് ആയിട്ട് സർക്കാർ ഇത് ഏറ്റെടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഇത് വളരെ പ്രശ്നത്തിലോട്ട് പോവുകയാണ്. അത് സർക്കാർ സംവിധാനം ഈ വിഷയം സീരിയസ് ആയിട്ട് കാണണമെന്നാണ് എനിക്ക് പറയുന്നത്. വർക്കലയിലെ ടൂറിസം വികസനത്തോടൊപ്പം അനധികൃത നിർമ്മാണങ്ങളും വൻതോതിൽ വർദ്ധിച്ചു. തീരദേശ പരിപാലന നിയമങ്ങൾ ലംഘിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ യഥാസമയം അധികൃതർ തടഞ്ഞിരുന്നുവെങ്കിൽ ഇത്തരത്തിൽ കുന്നിടിച്ചിൽ ഉണ്ടാകുമായിരുന്നില്ല. ഭൗമശാസ്ത്രജ്ഞർ നൂറ്റാണ്ടുകളായി ഗവേഷണം നടത്തുകയും അവസാദശിലകളാലും ലാറ്ററൈറ്റ് നിക്ഷേപങ്ങളാലും സമൃദ്ധമായ ഈ ക്ലിഫുകൾ സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടുകൾ നൽകിയിട്ടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫലപ്രദമായ രീതിയിൽ നടപടികൾ കൈക്കൊണ്ടിട്ടില്ല. അനധികൃത നിർമ്മാണത്തിന്റെ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒത്താശയുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിലും സ്വാധീനം ചെലുത്തിയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നോർത്ത് സൗത്ത് ക്ലിഫുകൾ പൂർണ്ണമായും ബിസിനസ് മേഖലയായി മാറി. സർക്കാരിന് നികുതി ഇനത്തിൽ ഇവയിൽ നിന്നും കിട്ടുന്നത് തുച്ഛമായ വരുമാനമാണ്. എന്നാൽ ഇത്തരത്തിൽ നിക്ഷേപം നടത്തി പ്രകൃതിയുടെ സ്വാഭാവികത ഇല്ലാതാക്കുകയാണ് ഒരു കൂട്ടർ ചെയ്യുന്നത്. ഭാരത് വിഷൻ, വർക്കല.